ഇന്ന് എന്തൊക്കെയാണ് കഴിച്ചതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ ചക്കടയാണ് കഴിച്ചത്. അപ്പോൾ ഇവിടെ ചക്കട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിന്നാൻ തോന്നി. അപ്പോൾ ചക്കട കണ്ടപ്പോൾ തന്നെ ഞാൻ കട്ടൻ കാപ്പിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളിലൂടെയൊക്കെ കാപ്പി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ ചക്കടയും കാപ്പിയും രാവിലെ കഴിച്ചു. അപ്പോൾ ഇത് ചക്ക ഞങ്ങളിങ്ങനെ ഫ്രിഡ്ജിൽ വേവിച്ച് വെച്ചേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ചക്കയില്ലാത്ത സമയത്തും ചക്കടയൊക്കെ ഇങ്ങനെ ഒരു പൂതിക്ക് തിന്നാം. അപ്പോൾ അതേ രാവിലെ ഒരു ചക്കട കഴിച്ചു. പിന്നെ അതേ ഉച്ചത്തേക്ക് സാമ്പാർ ഉണ്ടായിരുന്നു. പപ്പടവും സാമ്പാറായിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ അതേ സാമ്പാർ ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ സബോളയും പിന്നെ മുളക് പൊടിയും ഉപ്പും ചൊറുക്കയും വെളിച്ചെണ്ണയും കൂടി എടുത്തിട്ട് ഇങ്ങനെ ഒരു സാലഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിത് എല്ലാ കറികളുടെ കൂടെ ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ചോറുണ്ണു കേട്ടോ. അപ്പോൾ ഈ പപ്പടം നോക്കിയാൽ ഭയങ്കര ചെറിയ പപ്പടമാണേ. അപ്പോൾ ഗുരുവായൂർ പപ്പടം എന്ന് പറഞ്ഞിട്ട് ഒരു പപ്പടം വാങ്ങിയതാണ്. പിന്നെ അതേ ഉപ്പിലിട്ട സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം മാങ്ങയും ജാതിക്കും ക്യാരറ്റും ആയിട്ട് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് പറക്കി തിന്നൂട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മാങ്ങയാണ്. പിന്നെ ക്യാരറ്റ്, ജാതിക്ക കുഴപ്പമില്ല, അതിൻ്റെ ആ ഒരു ചുക വരുന്നുണ്ട് കേട്ടോ. പിന്നെ നൈറ്റിലേക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് കപ്പയും ചിക്കനായിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നോക്കി അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് തട്ടുകടയിൽ നിന്ന് വാങ്ങിയ കപ്പയും ചിക്കനാണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കപ്പയും ബോട്ടിയും ഇങ്ങനെ വാങ്ങാറുണ്ട്. ചിക്കൻ വാങ്ങിക്കൽ കുറവാണ്, പക്ഷേ ഇത് നല്ല ടേസ്റ്റ്